സൂപ്പറാ, പൊളിയാ. ഒരു എൻ്റർടൈൻമെൻറ്റ് പടത്തിനുള്ള പീക്ക് സാധനം. ഫൈറ്റ്, റൊമാൻസ്, പ്രതികാരം, അതിലേക്കുള്ള ഹൈപ്പ്, അടുത്തത് എന്ത് സംഭവിക്കും, പിന്നെ ഫാമിലി സെൻറ്റിമെൻറ്റ്സ്, റൊമാൻസ്, എല്ലാം ഒരു രക്ഷയില്ലാത്ത സാധനം. പടം ഐ മീൻ നമുക്ക് ലോകേഷിനെ കൊണ്ട് ഇത്രയും ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ പറയും ഇപ്പം ഈ ഇറങ്ങിയാല് തമിഴ്നാട്ടിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പടമായിരിക്കും. എനിക്ക് കണ്ടോ, ഇതായിരിക്കും ബെസ്റ്റ് പടം. രക്ഷയില്ല, രക്ഷയില്ല. പുള്ളി ഡയറക്റ്റ് ചെയ്തല്ലേ ഇതിനെ കണ്ടിട്ടുള്ളൂ, അഭിനയിച്ചിട്ടുള്ളത് ഫസ്റ്റ് കണ്ടോ. ഇത് മൊത്തം ഒരു 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ നടക്കണ കഥയാണ്. ഒരു രക്ഷയില്ല. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങേറ്റവും ഒറിജിനാലിറ്റി. ലോകേഷ്, അതേപോലെ തന്നെ വാമിക കബി ഗോദയ്ക്ക് ശേഷം അഭിനയിച്ചേക്കണെയാണ്. തലൈവാസൽ വിജയ്, അവരെ പുള്ളിനൊക്കെ കുറേ നാൾ ശേഷമാണ് കണ്ടിരിക്കുന്നത്. എല്ലാവരും പീക്ക് പെർഫോമൻസ്, ഒരു രക്ഷയില്ല. വില്ലനായിട്ട് അഭിനയിച്ചേക്കണ മറ്റേ പോലീസുകാരൻ, ഒരു രക്ഷയില്ല. കിടിലൻ ലുക്ക്, കിടിലൻ പെർഫോമൻസ്, എല്ലാവരും. അടിപൊളി പടം. എടുത്തു പറയേണ്ട സാധനം അനിരുദ്ധിൻ്റെ മ്യൂസിക്കാണ്. ഒരു രക്ഷയില്ലാത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ റീൽസിലും ഇത് തന്നെയാണ്. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ പോർഷൻ കട്ട് ചെയ്തിട്ട് ഇപ്പം നമ്മളിനി എന്തോ സംഭവിക്കാൻ പോകുന്ന പറയുന്നത് ആ ഒരു സിറ്റുവേഷനിൽ ഈ മ്യൂസിക്കിൻ്റെ ചെറിയ ചെറിയ സാധനം അങ്ങോട്ട് കൊടുക്കും. എൻ്റെ പൊന്നോ, ഗൂസ് ബംസും ഹൈപ്പെന്ന് പറഞ്ഞാണ്ടല്ലോ ഒരു രക്ഷയില്ല. തിയേറ്റർ അങ്ങോട്ട് ഓളത്തിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സാധനം. ഫുൾ പടം മാത്രമല്ല, ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കുറേ തബലയുടെ മ്യൂസിക്, അതേപോലെ തന്നെ ക്ലാസിക്കലാണ് ഇത്തവണ അനിരുദ്ധ് കയറി പിടിച്ചേക്കണേ. ക്ലാസിക്കൽ ഒരു രക്ഷയില്ലാത്ത ഐറ്റം ഇത്തവണ പുള്ളി കത്തിച്ചേക്കാണ്. കാരണം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. നമുക്ക് ഹൈ വോൾട്ട് സാധനം കിട്ടി. സാധാരണ നമുക്ക് ഐ മീൻ നമ്മുടെ കണ്ടുവരുന്ന ആക്ടേഴ്സ് ചെയ്യുമ്പോൾ നമുക്കൊരു ഹൈ വോൾട്ട് ഗൂസ്ബംസ് കിട്ടും. പക്ഷെ ഇത് അങ്ങനെയല്ല. ആ അനിരുദ്ധ് പീക്ക് പണലായിരുന്നു. അനിരുദ്ധിന്റെ ഇന്നലെ സായി ആയിരുന്നു. ഇന്നലെ സായിയുടെ മറ്റേ കറുപ്പിന്റെ ഹോയിസ്റ്റ് ഇറങ്ങി റിലീസ് ചെയ്യുമ്പോൾ സായി ആയിരുന്നു. പക്ഷെ ഇനി അങ്ങോട്ട് അനിരുദ്ധ് തൂക്കും. അതിന്റെ ഹോയിസ്റ്റ് വിട്ട സായി എല്ലാം താഴെ ആരും ഇല്ല. എനിക്ക് കണ്ടിട്ട് പ്രാന്തായി. ഒന്നര മാച്ച് ചെയ്യണം. ഇത് കുറച്ച് തിയേറ്റർ കുറച്ച് വലിയ സ്ക്രീനിൽ ഐ മീൻ അങ്ങനെ കുറച്ച് ഫാൻസിനോട് കാണണം. കേട്ടുള്ളൂ എന്തോ എല്ലാ സ്ക്രീനിലും ഇത് ഇല്ല എന്നുള്ള ഒരു സങ്കടം. ഫസ്റ്റ് ആക്ച്വലി ഇത് കാണാനാണ് വന്നത്. ഫസ്റ്റ് നോക്കിയപ്പോൾ ഷോ കണ്ടില്ല. 12:30 ആയിരുന്നു. അല്ലെങ്കിൽ ഫസ്റ്റ് ഇത് കണ്ടിട്ട് തുടക്കം കാണൂലായിരുന്നു. ഫസ്റ്റ് DC അയ്യോ ഒന്നര കാണാം. ഇപ്പോഴും പോയിട്ടില്ല. കുറച്ചുണ്ട്. കൊള്ളാം. ഇതിൻ്റെ ക്യാമറയാണ് ഒരു രക്ഷയില്ല. എടുത്തു പറയേണ്ട സാധനമാണ്. ഇതിനു മുമ്പ് ഇതേപോലത്തെ ക്യാമറ ഉണ്ടാക്കുന്നത് തിരയിലാണ്. കാരണം ഒരു മൊമെൻറ്റം തോന്നിക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഒരു ഹാൻഡ് ഹെൽഡ് ഷോട്ടുകളാണ് കൂടുതലും എടുത്തേക്കണത്. ക്യാമറ അതേപോലെ തന്നെ ഷെയ്ക്ക് ക്യാമറയാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ സിനിമയിൽ നമ്മൾ ഇന്നാവാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ബോംബെറിയുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ആ ബോംബെറിയുന്ന സീൻ മറ്റേ കണ്ണടയുടെ ഇടയ്ക്കിടെ, പിന്നെ അതേപോലെ തന്നെ മിറർ ഷോട്ടുകൾ ഒരുപാടുണ്ട്. ഒരു രക്ഷയില്ലാത്ത പരിപാടി. ക്യാമറ ഒരു രക്ഷയില്ല.